കൊല്ലത്ത് കടപ്പാക്കടയിൽ അച്ഛൻ മകനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത സംഭവം നാടിനെ ഒന്നാകെ നടുക്കിയിട്ടുണ്ട്. ഇത് എന്താണ് സംഭവിച്ചത്? സീനിയർ അഭിഭാഷകനായ പി ശ്രീനിവാസപിള്ളയുടെ രണ്ടു മക്കളിൽ ഒരാളായിരുന്നു വിഷ്ണു. വിഷ്ണു ആണെങ്കിലോ ഉന്നത ബിരുദധാരി, എംടെക് ബിരുദധാരി, പഠിക്കാൻ മിടുക്കനായിരുന്നു. അദ്ദേഹത്തിന് 2 വർഷം മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസറായി ജോലിയും ലഭിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ വിട്ട് നടക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞു. പക്ഷേ ആദ്യ കല്യാണം ഡൈവോഴ്സിൽ അവസാനിച്ചു. രണ്ടാമത് മറ്റൊരു പെൺകുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്തു. ആ കല്യാണവും അവതാളത്തിലായി. പിന്നീട് വീട്ടിൽ തന്നെയായിരുന്നു വിഷ്ണു ഉണ്ടായിരുന്നത്. അച്ഛൻ ശ്രീനിവാസപിള്ളയ്ക്ക് വിഷ്ണുവിനോട് പ്രത്യേക ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഇഷ്ടവും സ്നേഹവും ഒന്നും മാനസിക പ്രശ്നങ്ങളുള്ള, മാനസിക ആസ്വാസ്ഥ്യത്തിന് ചികിത്സയിലിരുന്ന വിഷ്ണുവിന് അതങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. വിഷ്ണു പറഞ്ഞത് എന്തൊക്കെയാണ് അതൊക്കെ ആ അച്ഛൻ അവിടെ ചെയ്തിരുന്നു. കഴിഞ്ഞ 10 വർഷമായി സീനിയർ അഭിഭാഷകനായ ശ്രീനിവാസപിള്ള അഭിഭാഷക വൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. ഇത് അറിയുമ്പോൾ അഭിഭാഷക സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്തിരുന്നവർ, അദ്ദേഹത്തെ നന്നായി അറിയാവുന്ന നാട്ടുകാർ, അവരൊക്കെ ആകെ അന്തിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുവിശേഷങ്ങൾ അറിയാവുന്നവരാണ് പല സുഹൃത്തുക്കളും. അവരൊക്കെ പറയുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല. അദ്ദേഹം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് സ്വന്തം മകനെ എങ്ങനെ കൊലക്കത്തിക്ക് ഇരയാക്കാൻ അല്ലെങ്കിൽ മനസ്സ് വന്നു എന്നൊന്നും അറിയില്ല. അതിൻ്റെ വാസ്തവം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, ഈ വിഷ്ണുവിൻ്റെ അമ്മ, അതായത് ശ്രീനിവാസപിള്ളയുടെ ഭാര്യ രമ, അവരുടെ മൂത്ത മകൾ വിദ്യ, ഈ രമ എന്ന അമ്മയെ വിഷ്ണു പലപ്പോഴും ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത് ശ്രീനിവാസപിള്ളയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അമ്മയെ മർദ്ദിക്കുക, അമ്മയെ ഉപദ്രവിക്കുക, ഇതെന്തിനെന്ന് വെച്ചാൽ അച്ഛൻ എല്ലാ കാര്യവും, വിഷ്ണുവിന് എന്താണ് ആവശ്യം, ആ ബംഗ്ലാവൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, അത്രയും വെൽ സെറ്റിൽഡായ കുടുംബമാണ്. സമൂഹത്തിൽ നല്ല പേരും നിലയും വിലയും ഒക്കെ ഉള്ള കുടുംബം. അവിടെ പലതരത്തിലുള്ള ബോർഡുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. കോളേജ് ഓഫ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതുപോലെ കൺസൾട്ടൻസി സർവീസ്, പിന്നെ ഏറ്റവും ഒടുവിലായി ഒരു ഹോട്ടൽ ശൃംഖല തുടങ്ങാനുള്ള ഭാവം, ഇതിൻ്റെയൊക്കെ ബോർഡുകളൊക്കെ അവിടെ സ്ഥാപിച്ചു. ഈ ബോർഡുകൾ, ഈ മകൻ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്തു. പിന്നീട് ഇതിൻ്റെ ഗോഡൗൺ ആക്കാൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, പൈപ്പും ഷീറ്റും ഒക്കെ ഇറക്കി കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അങ്ങനെ പലതരത്തിൽ അച്ഛൻ്റെ പൈസ ഇങ്ങനെ വിഷ്ണുവിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിഷ്ണു ഒരിടത്തും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. കുടുംബജീവിതം നയിക്കാൻ അയാളെ കല്യാണം കഴിപ്പിക്കുന്നു, പക്ഷേ അത് സക്സസ് ആകുന്നില്ല. ഇതൊക്കെ അമ്മയെ വേവലാതിപ്പെടുത്തിയിരുന്നു. അമ്മ പലപ്പോഴും വീട്ടിൽ ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇതൊന്നും വിഷ്ണുവിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാനസിക പാകത അയാൾക്കില്ല. അയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട്, രോഗിയാണ്. അയാൾ അമ്മയെ ഉപദ്രവിക്കുന്ന ഘട്ടമെത്തി. അങ്ങനെ ഭയന്നാണ് അമ്മ വിദ്യയുടെ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ പുറമേ ഇങ്ങനെ മകനെ ഭയന്നാണ് മകളുടെ വീട്ടിലേക്ക് പോയതെന്ന് പറയാൻ ഒരു നാണക്കേട് ആ വീട്ടുകാർക്കുണ്ട്. അതുകൊണ്ടാണ് ചികിത്സയുടെ ഭാഗമായി മൂത്ത മകളുടെ വീട്ടിലേക്ക് അമ്മ പോയിരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായതെന്ന് പുറത്ത് പറയാൻ ഇടയാക്കിയത്. വാർഡ് കൗൺസിലർ അമ്പിളിയും അതൊക്കെ തന്നെയാണ് പറയുന്നത്. ഏതായാലും അമ്മ ഇല്ലാതിരുന്ന സമയത്താണ് ഈ കൊലപാതകവും ആത്മഹത്യയും നടക്കുന്നത്. ഇതിനിടയ്ക്ക് കുറച്ച് നാൾ മുമ്പ് വിഷ്ണു ഈ മൂന്ന് നിലയുള്ള ഈ ബംഗ്ലാവിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിരുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കളും ശ്രീനിവാസപിള്ളയുടെ സുഹൃത്തുക്കളുമൊക്കെ വിഷ്ണുവിനെ കാണാനെത്തി. അവരോടൊക്കെ താനെന്തോ അതിസാഹസികമായ പ്രവൃത്തി ചെയ്തു എന്ന മട്ടിലാണ് വിഷ്ണു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലായി വിഷ്ണുവിന് കാര്യമായ മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇതിന് ചികിത്സ നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവരുടെ മാനസിക ഭാവവും കുടുംബാന്തരീക്ഷവും ഒന്നും നമുക്ക് ഇഴകീറി പരിശോധിക്കാൻ കഴിയുകയില്ല. അവർ പുറത്തു പറയുന്നതും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ പറയുന്നതും മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ദാരുണ സംഭവമാണ് കടപ്പാക്കട നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നടുക്കം സൃഷ്ടിക്കുന്ന സംഭവമാണ്. ഇങ്ങനെ അമ്മ വിഷ്ണുവിൻ്റെ സഹോദരിയായ വിദ്യയുടെ വീട്ടിലാണ്. വിദ്യയുടെ വീട്ടിൽ നിന്ന് വിദ്യയും അതുപോലെ തന്നെ അമ്മയും അച്ഛനെ ശ്രീനിവാസപിള്ളയെ പലതവണ ഫോണിൽ വിളിച്ചു. 2 ദിവസമായി ഫോൺ ആരും എടുക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ വിദ്യയുടെ ഭർത്താവ്, അമ്മ എല്ലാവരും കൂടി കഴിഞ്ഞ ദിവസം, അതായത് ഈ സംഭവം പുറത്തറിയുന്നതിന് ആ ദിവസം ശനിയാഴ്ച ഉച്ചയ്ക്ക് കൊല്ലത്തേക്ക് വാഹനത്തിൽ വരുന്നു. അവർ വീട്ടിലെത്തുന്നു. വീട്ട് പൂട്ടിക്കിടക്കുന്നു. എന്നിട്ട് തുറന്നു കിടന്ന ഒരു ജനാലപ്പാളി വഴി നോക്കുമ്പോഴാണ് ഇങ്ങനെ മൃതദേഹങ്ങൾ കാണുന്നത്. അപ്പോൾ തന്നെ അവർ ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി. വിവരങ്ങളൊക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലും ടി വിയിലുമൊക്കെ കണ്ടു കാണും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു അച്ഛന് മകനോടുണ്ടായിരുന്ന അമിതമായ സ്നേഹം, ആ സ്നേഹം ആ സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രമാത്രം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ ബോർഡുകളൊക്കെ, കോർപ്പറേഷൻ അധികൃതർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ ബോർഡൊക്കെ ഇവിടെ വയ്ക്കുന്നത്?
അതിനൊക്കെ പൈസ കൊടുക്കണം, നമുക്കറിയാമല്ലോ. കോർപ്പറേഷൻ ഏരിയയിൽ ബോർഡ് വയ്ക്കുന്നതിനും പരസ്യം വയ്ക്കുന്നതിനുമൊക്കെ കാശടക്കണം. അപ്പോൾ ഇതൊന്നും ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം മകൻ്റെ സന്തോഷത്തിന് വേണ്ടി വയ്ക്കുന്നതാണ് എന്ന് ആ അച്ഛൻ വാർഡ് കൗൺസിലറോട് പറഞ്ഞിരുന്നു. ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ് കടപ്പാക്കട നടന്നത്. ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാം.